തമിഴ് ചലച്ചിത്ര സംവിധായകൻ പി ഭാരതി രാജ അന്തരിച്ചു. ചെന്നൈയിലെ വീട്ടിലാണ് അന്ത്യം. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 40ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 2020 സംവിധാനം ചെയ്ത മീണ്ടും ഒരു മര്യാദ എന്ന ചിത്രമാണ് അവസാനമായി അദ്ദേഹം ചെയ്തത്. രേണുക രാജേന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ ചേരുന്നു. രേണുക, ഒരു പതിറ്റാണ്ടുകളായി തമിഴ് സിനിമാ രംഗത്ത് സജീവമായിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. തമിഴ് സിനിമയിലെ ഒരു കാലഘട്ടത്തെ നിർണ്ണയിച്ച ഒരാൾ, ഒരു നിരവധിയായ താരങ്ങളെ കൊണ്ടുവന്ന ഒരാൾ, ഒരു പുതിയ വേവ് സൃഷ്ടിച്ചാൽ, അങ്ങനെ പല നിലയ്ക്ക് തമിഴ് ഗ്രാമീണതയെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആൾ എന്ന നിലയ്ക്കെല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ചലച്ചിത്രകാരനാണ് വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കലാസപര്യയെ നമുക്ക് എങ്ങനെ രേഖപ്പെടുത്താം? നിഷാദ്, നോക്കുകയാണെങ്കിൽ 1977 ആദ്യമായി സിനിമയിലേക്കുള്ള രംഗപ്രവേശനം. 16 വയതിനില എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യമായൊരു സിനിമാ ജീവിതം തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് കണ്ടത് ഒരു വലിയ രീതിയിലുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ്. തമിഴ് സിനിമയിലേക്ക് തന്നെ നിരവധി പേരെ സംഭാവന ചെയ്യുകയാണ്. രേവതി, രാധിക, അതോടൊപ്പം തന്നെ നിരവധി ആൺ കഥാപാത്രങ്ങളെയും തമിഴ് സിനിമയ്ക്ക് സംഭാവന ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെ 3:30 അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അദ്ദേഹം മരിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഏകദേശം 2025 ഡിസംബർ അവസാനത്തോടെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. 2025 മാർച്ചിൽ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചിരുന്നു. ഇതിനെ തൊട്ടു പിന്നാലെ തന്നെ ചില മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടങ്ങി അദ്ദേഹം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. എന്തായാലും 6 തവണ ദേശീയ പുരസ്കാരം നേടിയ ഒരു വ്യക്തിയാണ്. അതിനെ തുടർന്ന് തന്നെ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. വെറും 16 വയതിനിൽ എന്ന സിനിമയിൽ ആരംഭിച്ച അദ്ദേഹം മുതൽ മര്യാദ എന്ന് തുടങ്ങുന്ന പല രീതിയിലുള്ള സിനിമകൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണുകൾ ചലിച്ചത് ഗ്രാമീണതയിലേക്കാണ്, ഗ്രാമീണ വീടുകളിലേക്കാണ്, സ്ത്രീകളിലേക്കാണ്, പ്രണയത്തിലേക്കാണ്, സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഓരോ ചിത്രവും ഇറങ്ങിച്ചെന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. തമിഴ് ചരിത്രത്തിനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ രാജ്യത്തെ നോക്കുകയിൽ തന്നെ, ഇന്ത്യയെ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ അന്ത്യവാർത്ത എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കന്നഡയിലും തെലുങ്കിലും അടക്കം വലിയ രീതിയിലുള്ള നിരവധി സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. വരും തലമുറയ്ക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ വലിയ ക്ലാസിക് ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള നിരവധി ചിത്രങ്ങളാണ് ചെയ്യുന്നത്. തമിഴ് ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ നാടകീയ ചിത്രങ്ങളിൽ നിന്ന് തമിഴിൻ്റെതായ ചില ചിത്രങ്ങളിലെ അദ്ദേഹമാണ് അത് രൂപകൽപ്പന ചെയ്തത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അവസാന ഘട്ടമായി അദ്ദേഹം അഭിനയിച്ചതാണ്. തരുൺമൂർത്തി സംവിധാനം ചെയ്ത, മോഹൻലാൽ ശോഭന അഭിനയിച്ച തുടരും എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുച്ചിത്രമ്പലം എന്ന ധനുഷ്, നിത്യ മേനോൻ ചിത്രത്തിൽ അദ്ദേഹം അപ്പൂപ്പൻ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി സിനിമകളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സംവിധായകനായും തിരക്കഥാകൃത്തായും സംവിധായകനായും അതോടൊപ്പം തന്നെ നിർമ്മാതാവായും ഒരു നടനായും നിരവധി തവണ തിളങ്ങി നിന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഭാരതി രാജ എന്ന് വേണം പറയാൻ.